കരിക്കുലം ലേണിംഗ് അനറ്റമിക്സ് ആണ്. അപ്പൊ മക്കളെ നമ്മുടെ എക്സാം ടൈം ആണ്, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പൂക്കളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പൂക്കളെ സൂചന നോക്കി പട്ടികയിൽ എഴുതൂ. അപ്പൊ താഴെ നിങ്ങൾക്ക് കുറേ പൂക്കളുടെ ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പൂക്കൾ ഏതാണ്, അവയുടെ പേരെന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം കാണുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. പിന്നീട് നമുക്ക് നമ്മുടെ താമര കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശംഖുപുഷ്പം, അതുകൂടാതെ ഇവിടെ മുല്ലപ്പൂ ഉണ്ട്, സൂര്യകാന്തി ഉണ്ട്, റോസാപ്പൂ ഉണ്ട്, പിന്നെ ചെത്തിയുണ്ട്, പിന്നെ ഏറ്റവും ലാസ്റ്റ് തുമ്പപ്പൂ ഉണ്ട്. ഇനി ഈ കൊടുത്തിരിക്കുന്ന പൂക്കളെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവയുടെ പേരുകളൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം താഴെയുള്ള ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇവയിൽ ഏതൊക്കെയാണ് കുലയായി വിരിയുന്നവ? ഏതൊക്കെയാണ് കുലകളായിട്ട് വിരിയുന്നവ? യെസ്, നമുക്ക് നോക്കിയാൽ അറിയാം. തുമ്പപ്പൂ കുലയായിട്ട് വിരിയുന്നതാണ്. അതുപോലെ തന്നെ ചെത്തിപ്പൂ കുലയായിട്ട് വിരിയുന്നതാണ്. പിന്നെ വിരിയുന്നത് നമ്മുടെ മുല്ലപ്പൂ. അപ്പൊ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് കുലയായിട്ട് വിരിയുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇനി രണ്ടാമത്തത് വെള്ളത്തിൽ ഉണ്ടാവുന്നത് താമരയും ആമ്പലുമാണ്. അപ്പൊ നമുക്ക് ഇവ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരാളെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം മറ്റു ഉദാഹരണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം കേട്ടോ. ഇനി മണമുള്ള പൂക്കൾ, ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതിനൊക്കെയാണ് നല്ല മണമുള്ളത്? അപ്പൊ മണമുള്ള പൂക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റോസാപ്പൂ, അതായത് പനിനീർപ്പൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പൂ, അതിനൊക്കെ നല്ല മണമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഇതുപോലെ പൂക്കളെ കണ്ടുപിടിച്ച് അവയെ തിരിച്ചറിഞ്ഞ് അവരുടെ പ്രത്യേകതകളൊക്കെ മക്കൾ മനസ്സിലാക്കണം. ഇനി അതിന്റെ കൂടെ തന്നെയുള്ള അടുത്ത ചോദ്യം ഇതാണ്. നിറമനുസരിച്ച് പൂക്കളെ വേർതിരിക്കും. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന പൂക്കളെ നമ്മൾ അവയുടെ നിറം അനുസരിച്ച് വേർതിരിക്കാനായിട്ട് പോവുകയാണ്. മഞ്ഞ നിറത്തിൽ ഏതൊക്കെയാണ്, നീല നിറത്തിൽ ഏതൊക്കെയാണ്, ചുവപ്പ് നിറത്തിൽ ഏതൊക്കെയാണ്, വെള്ള നിറത്തിൽ ഏതൊക്കെയാണ്? അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഏതെടുക്കാം, മഞ്ഞ നിറത്തിൽ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ മഞ്ഞ നിറത്തിലുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? യെസ്, മഞ്ഞ കളർ ഉപയോഗിച്ച് നമ്മളൊന്ന് റൗണ്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ മഞ്ഞ നിറത്തിൽ ഏതൊക്കെയാണ്? യെസ്, ഇവിടെ സൂര്യകാന്തിക്ക് മഞ്ഞ നിറമാണ്. പിന്നെ നമുക്ക് ഏതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്? വേറെ മഞ്ഞ നിറത്തിലൊന്നുമില്ല അല്ലെ. ഇനി അടുത്തത് നീല നിറത്തിലുള്ളതാണ്. അപ്പൊ നീല നിറത്തിലുള്ളത് ഏതൊക്കെ പൂക്കളുണ്ട്? യെസ്, ഇവിടെ ശംഖുപുഷ്പമുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നീല നിറത്തിലുള്ളതുണ്ടോ? ഇല്ല അല്ലെ. ഇനി അടുത്തത് ഏതാണ്? ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ ഏതാണ്? അപ്പൊ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ചുവപ്പ് നിറത്തില് നമുക്കിവിടെ നമ്മുടെ ചെത്തിപ്പൂ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റോസാപ്പൂ ഉണ്ട്, പിന്നെ നമ്മുടെ ചെമ്പരത്തി ഉണ്ട്. ഇനി ഏറ്റവും അവസാനം ചോദിച്ചത് വെള്ള നിറത്തിലുള്ള പൂക്കൾ ഏതൊക്കെയെന്നാണ്. അപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ വെള്ള നിറത്തിലുള്ള പൂവ് ഏതെന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ തുമ്പപ്പൂ ഉണ്ട്, അതുപോലെ തന്നെ മുല്ലപ്പൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൂക്കളുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ മക്കൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പിന്നെ ഈ പറയുന്നത് പോലെ അടയാളപ്പെടുത്തുന്നതിന് പകരം ഇവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണോ അത് നോക്കിയിട്ടെന്ന് വേണം നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കാട്ടിലെയും വീട്ടിലെയും കൂട്ടുകാരെ കണ്ടെത്തി വരച്ചു ചേർക്കും. അപ്പൊ ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇത് നമ്മുടെ കാടിനെ സൂചിപ്പിക്കുന്നതാണ്, ഇത് നാടിനെ സൂചിപ്പിക്കുന്നതാണ്. കുറേ ജീവജാലങ്ങളുടെ ചിത്രമുണ്ട്. ഇവയിൽ ആരൊക്കെയാണ് നാട്ടിൽ വസിക്കുന്നത്, ആരൊക്കെയാണ് കാട്ടിൽ വസിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഒരറ്റത്തുനിന്ന് തുടങ്ങാം. ഇവിടെ ആരെയാണ് കാണാൻ പറ്റുന്നത്? നമ്മുടെ പട്ടിക്കുട്ടിയുണ്ട്. പട്ടിക്കുട്ടി നമ്മൾ എവിടെയാണ്? വീട്ടിൽ വളർത്തുന്നതാണ്. അതുപോലെ കോഴിയുണ്ട്, കോഴീനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. പിന്നെ വീട്ടിൽ വളർത്തുന്ന ആരൊക്കെ എവിടെയുള്ളത്? യെസ്, പൂച്ചയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പശുവുണ്ട്. ഇവരെയും നമ്മൾ എവിടെ വളർത്തുന്നതാണ്? വീട്ടിൽ വളർത്തുന്നതാണ്. ഇനി അതേസമയം കാട്ടിൽ വളർത്തുന്ന ആരൊക്കെയുണ്ട്? യെസ്, നമ്മുടെ സിംഹമുണ്ട്, മാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജിറാഫും അതുപോലെ കടുവയും ഒക്കെ എവിടെ വളർത്തുന്നതാണ്, അല്ലെങ്കിൽ എവിടെ ഉള്ളതാണ്? കാട്ടിലുള്ളതാണ്. അപ്പൊ കാട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവ കാട്ടിൽ ജീവിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യണം മക്കള്? കണ്ടുപിടിച്ച് മാച്ച് ചെയ്യാനും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയും ധാരാളം ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്ലാസ് 1 യൂട്യൂബ് ചാനലിൽ മിനി മാരത്തോണിലൂടെയും മെഗാ മാരത്തോണിലൂടെയും നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.